കോഴിക്കോട് സരോവരത്ത് വെസ്റ്റ് ഹിൽ സ്വദേശി KT വിജിലിന്റെ മൃതദേഹം കെട്ടിത്താഴ്ത്തിയ കേസിലെ രണ്ടാം പ്രതി പിടിയിൽ. കോഴിക്കോട് പെരിങ്ങള സ്വദേശി രഞ്ജിത്തിനെ ആന്ധ്രയിൽ നിന്നാണ് പിടികൂടിയത്. വാഴാതുരുത്തി സ്വദേശി നിഖിൽ, വേങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, ഇന്നലെ ഈ സരോവരത്തെ ചതുപ്പിൽ നടത്തിയ തിരച്ചിലിൽ വിജിലിൽ നിന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള രഞ്ജിത്തിനെ പിടികൂടുന്നത്. നേരത്തെ പിടിയിലായ രണ്ടുപേരും പറഞ്ഞത് ഇയാൾ ഈ ലഹരി ഉപയോഗിച്ചു, അതായത് ഈ മരിച്ച വിജില് ലഹരി ഉപയോഗത്തെ തുടർന്ന് അയാളുടെ മരണം സംഭവിക്കുന്നു. പിന്നീട് ഈ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ മൃതദേഹം ചതുപ്പിൽ കുഴിച്ചു മൂടി എന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. ഈ രഞ്ജിത്തിന്റെ അറസ്റ്റ് കേസിൽ എത്രത്തോളം നിർണായകമാകും? ടോമോ, നേരത്തെ തന്നെ ഈ മൂന്ന് പ്രതികളെയും പോലീസ് ആദ്യഘട്ടത്തിൽ ഈ വിജിലിനെ കാണാതെ സമയത്ത് ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും ഏതാണ്ട് അച്ചടിച്ച പോലുള്ള മൊഴിയാണ് മൂന്നുപേരും നൽകിയിരുന്നത്. പലവട്ടം ഇതുമായി ബന്ധപ്പെട്ട് കുടുംബവും പോലീസും ഒക്കെ ഇവരോട് വിവരങ്ങൾ ആരാഞ്ഞെങ്കിലും അവരൊരു തരത്തിലും പിടി ലഭിക്കാത്ത വിധം എങ്ങനെയാണ് പോലീസിന് മുന്നിൽ പെരുമാറേണ്ടത് എന്നടക്കം പ്രത്യേകം ഒരു പരിശീലനം ലഭിച്ച പോലെ തന്നെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ഈ അടുത്ത കാലത്തായാണ് ഈ ഒരുപാട് നാളുകളായി തെളിയാത്ത കേസുകൾ അല്ലെങ്കിൽ ആളുകളെ കാണാതാവുന്ന കേസുകൾ ഈ കൊലക്കേസുകൾ എന്ന രീതിയിൽ തന്നെ പരിഗണിക്കണം എന്ന ഉന്നത നിർദ്ദേശം വന്നതിനെ തുടർന്ന് ഓരോ കാണാതായ കേസും പ്രത്യേകമായി പരിഗണിക്കാൻ ഒരുങ്ങിയത്. അത്തരത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഒരേ രീതിയിലുള്ള മൂന്ന് പേരുടെ മൊഴിയും, അതായത് ഒരു വള്ളിപുള്ളി വ്യത്യാസം പോലും ഇല്ലാത്ത രീതിയിലുള്ള മൂന്ന് പേരുടെ മൊഴി ശ്രദ്ധയിൽപ്പെടുകയും ഇതിനോട് അനുബന്ധിച്ചുള്ള മറ്റ് തെളിവുകൾ, പ്രത്യേകിച്ചും ഈ ഫോൺ രേഖകളടക്കമുള്ള തെളിവുകൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോഴാണ് വീണ്ടും ഇക്കാര്യത്തിൽ ഒരു സംശയം തോന്നിയത്. ഇതേ തുടർന്ന് ഈ രണ്ടുപേരെ, പ്രത്യേകിച്ചും ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന നിഖിലിനെയും ദീപേഷിനെയും പോലീസ് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കടന്നു. അതിൽ ദീപേഷിന്റെ മൊഴിയും ഈ അടുത്തയാളുടെ മൊഴിയും തമ്മിൽ ചില പൊരുത്തക്കേടുകൾ കാണുകയും ബംഗളൂരുവിലെത്തി ദീപേഷിനെ ചോദ്യം ചെയ്തപ്പോൾ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയുമായിരുന്നു. പിന്നീട് തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ രണ്ടുപേരും കുറ്റം സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഈ കൃത്യത്തിൽ പങ്കാളിയായ രഞ്ജിത്തിനെ അപ്പോഴും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. രഞ്ജിത്ത് ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഈ മൊബൈൽ ഫോൺ രേഖകളും മറ്റുമൊക്കെ അടിസ്ഥാനപ്പെടുത്തി നിരന്തരമായ പരിശോധന പ്രതിക്കായി പോലീസ് നടത്തി വരികയായിരുന്നു. അങ്ങനെയാണ് ആന്ധ്രാപ്രദേശിലെ ഖമ്മം ജില്ലയിൽ രഞ്ജിത്ത് ഉണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പോലീസ് ഉദ്യോഗസ്ഥർ ഖമ്മത്ത് തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കുകയും ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയുമായിരുന്നു. ഇതിനൊടുവിലാണ് ഖമ്മത്ത് വെച്ച് പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. അവിടെ നിന്നും പോലീസ് സംഘം പ്രതിയുമായി കോഴിക്കോട്ടേക്ക് പോകുന്നുണ്ട്. നാളെ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കും തെളിവ് ശേഖരണത്തിലേക്കുമൊക്കെ കഴിയും. എന്തായാലും മൂന്ന് പേർക്കും ഒരുപോലെ തന്നെ ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്നാണ് മറ്റ് രണ്ട് പ്രതികളും മൊഴി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവർക്കുമെതിരെ ചുമത്തിയ വകുപ്പുകൾ തന്നെ രണ്ടാം പ്രതിക്കെതിരെ ചുമത്തുമെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം ഈ ഇന്നലെ സരോവരത്തു നിന്ന് ലഭിച്ച അസ്ഥി കഷ്ണങ്ങൾ പോസ്റ്റ്മോർട്ടം ഏറെ ശ്രമകരമായിരുന്നു പോലീസിന്റെ അന്വേഷണം. കാരണം 6 വർഷത്തോളം തെളിയിക്കപ്പെടാതിരുന്ന കേസ്, ഒടുവിൽ വിജിലിന്റെ അസ്ഥികൂടങ്ങൾ അവിടെ നിന്നും കണ്ടെത്തുന്നു. തലയൊട്ടി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മറ്റ് ശരീരഭാഗങ്ങൾ, അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പരിശോധനാ ഫലം പുറത്തു വരണം, അത് വിജിലിൻ്റെതാണ് എന്ന് തെളിയണമെങ്കിൽ ആ പരിശോധനാ ഫലം ഇനിയും കൂടുതൽ കാത്തിരിക്കേണ്ടി വരുമോ? DNA പരിശോധന ഫലം വരാൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് അറിയിക്കുന്നത്. അത് ഈ വിജിലിന്റെ കുടുംബാംഗങ്ങളുടെ സാമ്പിളൊക്കെ ശേഖരിച്ച് പിന്നീട് ഇതുമായി ക്രോസ് മാച്ച് ചെയ്താണ് വിജിലിന്റെ തന്നെ എന്ന് സ്ഥിരീകരിക്കുന്നത്. എന്തായാലും നിലവിൽ വിജിലിന്റെ തന്നെ എന്നൊരു നിഗമനമാണ് പോലീസിനുള്ളത്. ശാസ്ത്രീയമായ പരിശോധനയാണ് ഇനി അനിവാര്യം. കാരണം പ്രതികൾ കുറ്റസമ്മത മൊഴി നൽകിയിരുന്നു. ഒപ്പം വിജിലിന്റെ ഷൂസ് സ്ഥലത്ത് നിന്നും ലഭിച്ചിരുന്നു, വസ്ത്രഭാഗങ്ങളിൽ ചിലതും ലഭിച്ചിരുന്നു. അത് വീട്ടുകാർ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സാങ്കേതികമായ ഒരു നടപടിക്രമം എന്ന രീതിയിലാണ് ഇനി അത് അവശേഷിക്കുന്നത്. ഒപ്പം ഈ സ്ഥലത്തു നിന്ന് ലഭിച്ച അസ്ഥി കഷ്ണങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമായിരുന്നു. അതിൽ നിന്നും മറ്റു ബാഹ്യ സമ്മർദ്ദങ്ങൾ, അതായത് ഈ ക്ഷതമേൽക്കുന്ന അസ്ഥിക്കോ മറ്റുമൊക്കെ ക്ഷതമേൽക്കുന്ന തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പുറത്തു നിന്നുണ്ടായിട്ടില്ല. അതായത് സംഘർഷം പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊരു പ്രാഥമിക വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രീതിയിലെ ആണ്
ഈ വിജിലിന്റെ മരണം എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ രണ്ടാം പ്രതിയെ കൂടി കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ രണ്ട് പ്രതികളും നൽകിയതിന് വിരുദ്ധമായി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ രണ്ടാം പ്രതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുമോ എന്ന് അറിയേണ്ടതുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ പരസ്പരം ഒരേ രീതിയിലുള്ള മൊഴികൾ നൽകിയിരുന്നു. പിന്നീടാണ് മൊഴികളിലെ വ്യത്യാസവും മൊഴികളിലെ പൊരുത്തക്കേടും ഒക്കെ പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന നരഹത്യക്ക് അപ്പുറം കൊലക്കുറ്റം ചുമത്തണമോ എന്ന കാര്യത്തിലും ഒരു തീരുമാനം വൈകാതെ കൈക്കൊണ്ടിരിക്കും. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് സരോവരത്തെ ചെളിക്കുണ്ടിൽ മൃതദേഹം കെട്ടിത്താഴ്ത്തിയ സംഭവത്തിലാണ് രണ്ടാം പ്രതി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. സ്പോട്ട്ലൈറ്റ്